ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇറ്റലിയിലും ജർമ്മനിയിലും ഉയർന്നു വന്ന രണ്ട് പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ നേതാക്കളെക്കുറിച്ചാണ്. ആ പ്രസ്ഥാനങ്ങളും നേതാക്കളും എങ്ങനെയാണ് ഈ ലോകത്തെ വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചത് എന്ന സാഹചര്യം നമ്മൾ ചർച്ച ചെയ്തു. ഈ രണ്ട് പ്രസ്ഥാനങ്ങൾ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. അവരുടെ ഐഡിയാസിനും ഐഡിയോളജീസിനും ധാരാളം വരുന്ന സാമ്യങ്ങളുണ്ട്. ഒരുപക്ഷെ പരീക്ഷയ്ക്ക് അത് പ്രധാനമാണ്. ദ ഐഡിയോളജീസ് പുട്ട് ഫോർവേഡ് ബൈ നാസിസം ആൻഡ് ഫാസിസം ഹാഡ് മെനി സിമിലാരിറ്റീസ്. വാട്ട് ആർ ദ സിമിലാരിറ്റീസ് എന്താണ് ചോദ്യം? വാട്ട് ആർ ദി similarities of ideologies of Nazism and Fascism? പഠിക്കാം. ഒന്ന്, ഞാൻ ആദ്യം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ ഐഡിയോളജിയെക്കുറിച്ച് പറയുന്നു. നോക്കുക, പുസ്തകത്തിൽ ആ ഇടത് സൈഡിലായിട്ട് ഐഡിയോളജി എന്താണ്? പ്യൂരിറ്റി ഓഫ് റേസ്. ഞാൻ ഈ പറയുന്നത് ഫാസിസവും നാസിസവും തമ്മിലുള്ള അവരുടെ ആശയങ്ങൾ തമ്മിൽ ധാരാളം സിമിലാരിറ്റീസ് ഉണ്ട്. എന്തൊക്കെയാണ്? പ്യൂരിറ്റി ഓഫ് റേസ്, അൻഹിലേഷൻ ഓഫ് എനിമീസ്, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്, അഗ്രസീവ് ഫോറിൻ പോളിസി. ഫസ്റ്റ് വൺ, പ്യൂരിറ്റി ഓഫ് റേസ്. പ്യൂരിറ്റി ഓഫ് റേസ്, അവരുടെ ആ വംശങ്ങൾ, അവരുടെ ആ വംശീയമായ ആ ശുദ്ധി, വംശശുദ്ധിയെക്കുറിച്ച്. അതിൽ ഒന്നാമതായിട്ട് ഫാസിസം റീ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഏൻഷ്യൻ്റ് റോമൻ എംപയർ. റീ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഏൻഷ്യൻ റോമൻ എംപയർ അവർ ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യമാണ്. പൗരാണിക റോമാ സാമ്രാജ്യം പുനഃസ്ഥാപിക്കുക. അക്സെപ്റ്റ് മെനി സിംബൽസ് ഓഫ് റോമൻ എംപയർ. അതിലേക്ക് വേണ്ടി റോമാ സാമ്രാജ്യത്തിൻ്റെ ധാരാളം ചിഹ്നങ്ങൾ അവർ അക്സെപ്റ്റ് ചെയ്തു. ഫാസിസ്റ്റ് പ്രസ്ഥാനത്തെ ഇറ്റലിയിൽ ഊട്ടി വളർത്തുവാൻ വേണ്ടി മുസോളിനി ചെയ്തത് ഒന്നെന്താണ് പറയുക? റീ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഏൻഷ്യൻ്റ് റോമൻ എംപയർ. അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങളൊന്നാണ്, ഞാൻ അധികാരത്തിൽ വന്നാൽ പൗരാണിക റോമാ സാമ്രാജ്യം പുനഃസ്ഥാപിക്കും. അതിലേക്ക് വേണ്ടി അദ്ദേഹം എന്താ ചെയ്തത്? അക്സെപ്റ്റ് മെനി സിംബൽസ് ഓഫ് റോമൻ എംപയർ. അതേസമയം നാസിസമാണെങ്കിലോ, ജർമ്മനിയിൽ നാസി പ്രസ്ഥാനം എന്താ ചെയ്തത്? ആര്യൻസ് ആർ ദ പ്യുവർ റേസ് ഇൻ ദ വേൾഡ്. ഈ ലോകത്തെ ഏറ്റവും പരിശുദ്ധമായ വംശമെന്ന് പറയുന്നത് ആര്യൻ വംശമാണ് എന്ന ആ ഒരു സിദ്ധാന്തം, ആ ഒരു ആശയം അദ്ദേഹം ജനങ്ങളിൽ അടിച്ചേൽപ്പിച്ചു. ആര്യൻസ് ഷുഡ് റൂൾ ജർമ്മനി ആൻഡ് ജർമ്മനി ഷുഡ് റൂൾ ദ വേൾഡ്. ആര്യൻസ് ഷുഡ് റൂൾ ജർമ്മനി. ജർമ്മനി ആര്യന്മാർ ഭരിക്കണം, എന്നിട്ടോ ഈ ലോകം ജർമ്മനി ഭരിക്കണം. ജർമ്മനി ആര്യന്മാരാൽ ഭരിക്കപ്പെടണം, ഈ ലോകം ജർമ്മനിയാൽ ഭരിക്കപ്പെടണം. മനസ്സിലാക്കണം, ഇതാണ് പ്യൂരിറ്റി ഓഫ് റൈസ്. അവ രണ്ടുപേരും തമ്മിലുള്ള ആ സാമ്യം. രണ്ട്, അൻഹിലേഷൻ ഓഫ് എനിമീസ്. ശത്രുക്കളോടുള്ള അവരുടെ സമീപനം. എന്തൊക്കെയായിരുന്നു അവരുടെ സമീപനം? ഫാസിസ്റ്റ് പ്രസ്ഥാനം ശത്രുരാജ്യങ്ങളോട് എന്തെല്ലാം സമീപനം കാണിച്ചു? ബ്രാൻഡഡ് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് ആൻഡ് ദ ലീഡേഴ്സ് ഓഫ് പെസൻസ് ആസ് എനിമീസ് ഓഫ് ദ സ്റ്റേറ്റ്. അവർ കമ്മ്യൂണിസ്റ്റുകളെയും സോഷ്യലിസ്റ്റുകളെയും ലീഡേഴ്സ് ഓഫ് പെസൻസ്, തൊഴിലാളികളുടെ കർഷകരുടെ നേതാക്കളെയുമൊക്കെ ബ്രാൻഡ് ചെയ്യപ്പെട്ടു. എന്തായിട്ട് ബ്രാൻഡ് ചെയ്തു? എനിമീസ് ഓഫ് ദ സ്റ്റേറ്റ്, രാജ്യത്തിൻ്റെ ശത്രുക്കളായി ബ്രാൻഡ് ചെയ്തു, മുദ്രകുത്തി. നോക്കണേ, ആരെയൊക്കെയെന്ന് പറയൂ? ഫാസിസ്റ്റുകൾ മുദ്രകുത്തിയത് കമ്മ്യൂണിസ്റ്റുകളെ, സോഷ്യലിസ്റ്റുകളെ, പെസൻസിൻ്റെ ലീഡേഴ്സിനെ. കമ്മ്യൂണിസ്റ്റ് ആശയം പ്രചരിപ്പിച്ചവരെ, സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെ,
പിന്നെയോ കർഷകരുടെ നേതാക്കളെ മുഴുവൻ രാഷ്ട്രത്തിൻ്റെ ശത്രുക്കളായി ബ്രാൻഡ് ചെയ്തു. അതേസമയം നാസി പ്രസ്ഥാനം ജർമ്മനിയിൽ എന്താ ചെയ്തത്? ബ്രാൻഡഡ് സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ്, ജ്യൂസ് ആൻഡ് സപ്പോർട്ട് ഓഫ് ഡെമോക്രസി ആസ് എനിമീസ് ഓഫ് നാസീസ്. നോക്കണേ, അവരും ബ്രാൻഡ് ചെയ്തു, നാസി പ്രസ്ഥാനവും ബ്രാൻഡ് ചെയ്തു. ആരെ ബ്രാൻഡ് ചെയ്തു? സോഷ്യലിസ്റ്റുകളെയും കമ്മ്യൂണിസ്റ്റുകളെയും ജ്യൂസിനെയും. സോഷ്യലിസ്റ്റ് പ്രസ്ഥാനക്കാരെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനക്കാരെയും യഹൂദന്മാരെയും മുദ്രകുത്തി തന്നല്ലോ. ആൻഡ് സപ്പോർട്ടേഴ്സ് ഓഫ് ഡെമോക്രസി ആസ് എനിമീസ് ഓഫ് നാസീസ്. ജനാധിപത്യത്തിൻ്റെ സപ്പോർട്ടേഴ്സിനെയും നാസി പ്രസ്ഥാനത്തിൻ്റെ ശത്രുക്കളായി മുദ്രകുത്തി. അപ്പോൾ നോക്ക്, നാസി പ്രസ്ഥാനമാണ് ജർമ്മനിയിലെ ഏറ്റവും വലിയ പ്രസ്ഥാനം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഈ ലോകത്തെ ഏറ്റവും വലിയ വംശമാണ് ആര്യൻസ്. ആ ആര്യൻസിനാണ് ജർമ്മനി ഭരിക്കുവാൻ അവകാശമുള്ളത്. ജർമ്മനിക്കാണ് ഈ ലോകം ഭരിക്കുവാൻ അവകാശമുള്ളത് എന്നുള്ള ആ ഒരു ആശയം പ്രചരിപ്പിച്ചപ്പോൾ ആ ജനങ്ങളുടെ മനസ്സിലിങ്ങനെ അവരുടെ ആ ജന്മത്തെ, ആ ജർമ്മനി എന്ന രാജ്യത്തെ, അവരുടെ വംശത്തെ അവരങ്ങ് ശരിക്കും അങ്ങ് ഉൾക്കൊണ്ടു. അവർ വിശ്വസിച്ചു, അവരുടെ ബ്ലഡിൽ ഇങ്ങനെ ഇൻജക്റ്റ് ചെയ്യണം ആ ഒരു ആ ഒരു വംശബോധം. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, ഈ ആശയങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന, ഞങ്ങളെ നശിപ്പിക്കുവാൻ വേണ്ടി നിലകൊള്ളുന്ന പ്രസ്ഥാനങ്ങളാണ് ജനാധിപത്യ പ്രസ്ഥാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളും. അതുകൊണ്ട് അവരെ എന്ത് ചെയ്തു? ദേ വെയർ എക്സിക്യൂട്ടഡ്. അവരെല്ലാം വധിച്ചു. സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെ, കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരെ, ജനാധിപത്യവാദികളെ, തൊഴിലാളികളുടെ നേതാക്കളെ, കർഷകരുടെ നേതാക്കളെ ഒക്കെ എന്തിനേറെ പറയുന്നു, തങ്ങൾക്കെതിരെ ശബ്ദിച്ച എല്ലാവരെയും എക്സിക്യൂട്ട് ചെയ്തു. 3, മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പ്. സിമിലാരിറ്റീസാണ്. മിലിറ്ററി ഡിക്റ്റേറ്റർഷിപ്പിലെ സിമിലാരിറ്റീസാണ്. യൂസിങ് ദ മിലിറ്ററി ഫോഴ്സ്, ബ്ലാക്ക് ഷേർട്സ് suppressed the opponents. Using the military force, black shirts suppressed the opponents. ബ്ലാക്ക് ഷേഡ്സ് എന്ന മിലിറ്ററി ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ശത്രുക്കളെ സപ്രസ് ചെയ്തു, അടിച്ചമർത്തി. ഫാസിസ്റ്റുകൾ അല്ലെങ്കിൽ ബെനിറ്റോ മുസോളിനി ബ്ലാക്ക് ഷർട്ട് എന്ന സൈനിക സംഘടനയുടെ സഹായത്തോടുകൂടി ശത്രുക്കളെ മുഴുവൻ സപ്രസ് ചെയ്തു, അടിച്ചമർത്തി. യൂസിങ് ദ മിലിറ്ററി ഫോഴ്സ്, ബ്ലാക്ക് ഷേർട്സ് സപ്രസ്ഡ് ദി ഒപ്പോണൻസ്. ഇത് മുസോളിനി ചെയ്തുവെങ്കിൽ മറുഭാഗത്ത് ഹിറ്റ്ലർ എന്താ ചെയ്തത്? യൂസിങ് ദ മിലിറ്ററി ഫോഴ്സ്, ബ്രൗൺ ഷേർട്സ് ആൻഡ് ദ സീക്രട്ട് പോലീസ് ട്രൂപ്പ് ഗെസ്റ്റപ്പോ. Using the military force, brown shirts, and with the help of the police troop Gestapo, massacred the Jews and the enemies. He massacred the Jews and the enemies. നോക്കണേ, ബ്രൗൺ ഷേഡ്സ് എന്ന സൈനിക സംഘടനയുടെ സഹായത്തോടെ, ഗെസ്റ്റപ്പോ എന്ന പോലീസ് സംഘടനയുടെ സഹായത്തോടെ, രഹസ്യ സംഘടനയുടെ സഹായത്തോടെ യഹൂദന്മാരെയും ശത്രുക്കളെയും ഹിറ്റ്ലർ വകവരുത്തി. മറുഭാഗത്ത് സോഷ്യലിസ്റ്റ് ചിന്താഗതിക്കാരെയും കമ്മ്യൂണിസ്റ്റുകളെയും പിന്നെയോ ബ്ലാക്ക് ഷേഡ്സ് ഉപയോഗിച്ച് മുസോളിനി വകവരുത്തിയെങ്കിൽ ജർമ്മനിയിൽ ഗെസ്റ്റപ്പോയുടെയും ബ്രൗൺ ഷേഡ്സിൻ്റെയും സഹായത്തോടുകൂടി ഹിറ്റ്ലർ ശത്രുക്കളെയും യഹൂദന്മാരെയും വകവരുത്തി. ദെൻ അഗ്രസീവ് ഫോറിൻ പോളിസി. ഇരുവരും അഗ്രസീവ് ഫോറിൻ പോളിസി, അതിരുകടന്ന വിദേശ നയം സ്വീകരിച്ചു. അതിരുകടന്ന വിദേശ നയത്തിൻ്റെ ഫലം എന്താണ്? മുസോളിനി സ്വീകരിച്ച അതിരുകടന്ന വിദേശ നയത്തിൻ്റെ ഫലമായി എത്യോപ്യയും അബിസീനിയയും ആക്രമിച്ചു. മുസോളിനി അറ്റാക്ക്ഡ് എത്യോപ്യ ആൻഡ് അബിസീനിയ ആസ് എ റിസൾട്ട് ഓഫ് അഗ്രസീവ് ഫോറിൻ പോളിസി. അതിരുകടന്ന വിദേശ നയത്തിൻ്റെ ഭാഗമായി മുസോളിനി എത്യോപ്യയും അബിസീനിയയും ആക്രമിച്ചു. അത് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് വഴിതെളിച്ചു. എങ്കിൽ അതിരുകടന്ന വിദേശ നയത്തിൻ്റെ ഫലമായി ഹിറ്റ്ലർ എന്താ ചെയ്തത്? ഹിറ്റ്ലർ അറ്റാക്ക്ഡ് ആസ്ട്രിയ, ചെക്കോസ്ലോവാക്യ ആൻഡ് പോളണ്ട്. ഹിറ്റ്ലർ ആസ്ട്രിയയും ചെക്കോസ്ലോവാക്യയും പോളണ്ടും ആക്രമിച്ചു.
ഹിറ്റ്ലർ ഒരു സഖ്യം ഫോം ചെയ്തു. ആ സഖ്യത്തിൻ്റെ പേര് റോം ബെർലിൻ ടോക്കിയോ സഖ്യമെന്നാണ്. റോം ബെർലിൻ ടോക്കിയോ സഖ്യം, റോം ബെർലിൻ ടോക്കിയോ അലയൻസ്. റോം ദ ക്യാപിറ്റൽ ഓഫ് ഇറ്റലി, ബെർലിൻ ദ ക്യാപിറ്റൽ ഓഫ് ജർമ്മനി, ടോക്കിയോ ദ ക്യാപിറ്റൽ ഓഫ് ജപ്പാൻ. 3 രാഷ്ട്രങ്ങളുടെയും തലസ്ഥാന നഗരങ്ങളുടെ പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് ഒരു സഖ്യത്തിന് രൂപം കൊടുത്തു. ആ സഖ്യമാണ് റോം ബെർലിൻ ടോക്കിയോ സഖ്യം. ഇതാണ് അതിരുകടന്ന ദേശീയത അല്ലെ അതിരുകടന്ന വിദേശ നയം 2ാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിട്ടത്. അപ്പോൾ ഞാൻ ഇത്രയും സമയം പറഞ്ഞത് ഇത്രയും എന്താണ്, നാസി പ്രസ്ഥാനവും ഫാസിസ്റ്റ് പ്രസ്ഥാനവും അവർ തമ്മിലുള്ള അല്ലെങ്കിൽ അവരുടെ ആശയങ്ങൾ തമ്മിലുള്ള ഏറെക്കുറെ സിമിലാരിറ്റീസ്, സാമ്യമാണ്. അങ്ങനെ ഈ 2 പ്രസ്ഥാനങ്ങളുടെയും ഈ 2 വ്യക്തികളുടെയും ആശയങ്ങളും അവരുടെ ചിന്താഗതികളും അവരുടെ പ്രവൃത്തിയുമാണ് 2ാം ലോക മഹായുദ്ധത്തിലേക്ക് വീണ്ടും ഈ ലോകത്തെ തള്ളിയിട്ടത്. നിങ്ങൾക്കറിയാം, 1ാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ആ യുദ്ധത്തെക്കുറിച്ച് വുഡ്രോ വിൽസൺ പറഞ്ഞത് ഇനിയുള്ള യുദ്ധങ്ങൾക്ക് ഉള്ള വിരാമമെന്നാണ്. എന്ന് പറയുമ്പോൾ അദ്ദേഹം നിങ്ങളുടെ പുസ്തകത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പേജിൽ 2nd വേൾഡ് വാറിൽ തന്നെ കമൻ്റ് ഉണ്ട്, ദ വാർ ടു എൻഡ് ആൾ വാഴ്സ് എന്നാണ്. ഫസ്റ്റ് വേൾഡ് വാറിനെ കുറിച്ച് വുഡ്രോ വിൽസൺ പറഞ്ഞതാണ് വാർ ടു എൻഡ് ആൾ വാഴ്സ്. എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുവാനുള്ള യുദ്ധമായിരുന്നു 1ാം ലോക മഹായുദ്ധം. എന്ന് പറഞ്ഞാൽ അതൊന്ന് മനസ്സിലാക്കേണ്ടതാണ്, ഇനിമേലിൽ ഈ ലോകത്ത് ഒരു യുദ്ധം ഉണ്ടാകത്തില്ല. പക്ഷേ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളും ഇത്തരത്തിലുള്ള ലോക നേതാക്കളുടെ ചിന്താഗതികളും ലോകത്തെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിച്ചു. ആ യുദ്ധം 1939 ആരംഭിക്കുന്നത്. നോക്കണേ, 19 അവസാനിച്ച യുദ്ധം 20 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഉണ്ടായി എന്ന് പറയുമ്പോൾ 20 വർഷം കൊണ്ട് ഈ ലോകത്ത് വലിയ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചില്ല. 20 വർഷം കൊണ്ടൊന്നും ഒരു ലോകം അങ്ങ് മാറ്റിമറിക്കാനും ആർക്കും കഴിഞ്ഞില്ല. ആ 1ാം ലോക മഹായുദ്ധത്തിൻ്റെ നഷ്ടങ്ങളും കഷ്ടങ്ങളും അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് വരുന്ന ആ കാലഘട്ടത്തിലാണ് വീണ്ടും ഒരു യുദ്ധം ഈ ഭൂമിയിൽ അടിച്ചേൽപ്പിക്കുന്നത്. 19 അവസാനിച്ച 1ാം ലോക മഹായുദ്ധം, അത് 1939 വീണ്ടും ഒരു യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം 45 വരെ നീണ്ടുവന്നു. 2ാം ലോക മഹായുദ്ധ കാലഘട്ടം 1939 to 1945, 1939 മുതൽ 1945 വരെ നീണ്ടുനിന്ന യുദ്ധമാണ് 2ാം ലോക മഹായുദ്ധം. ഈ യുദ്ധത്തിൽ നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ 2 സൈനിക ക്യാമ്പുകൾ, 2 സൈനിക സഖ്യങ്ങളുണ്ടായി. ഞാൻ നേരത്തെ പറഞ്ഞു, ഇറ്റലി, ജർമ്മനി ആൻഡ് ജപ്പാൻ ജോയിൻ ടുഗദർ ആൻഡ് ഫോംഡ് ദ റോം ബെർലിൻ ടോക്കിയോ അലയൻസ്. ആ ശക്തികളെ ചെറുക്കുവാൻ വേണ്ടി ബ്രിട്ടനും ഫ്രാൻസും ചേർന്ന് രൂപീകരിച്ചു അലൈഡ് പവർ, സഖ്യകക്ഷികൾ, അലൈഡ് പവേഴ്സ്. ഇവിടെയും അവരവരുടെ സൈനിക ശക്തി തെളിയിച്ചാൽ മാത്രമേ വിജയിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ഇവർ സൈനിക സഖ്യങ്ങളിൽ ഏർപ്പെട്ടത്. ഈ സൈനിക സഖ്യങ്ങളാണ് ഏറ്റവും വിനാശകരമായ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് ഈ ലോകത്തെ നയിച്ചത്. മറ്റൊന്ന്, 1ാം ലോക മഹായുദ്ധം അവസാനിച്ചുകൊണ്ടുള്ള ഉടമ്പടികളിൽ ഒന്ന് ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻസ് ആണ്. ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻസ്, സർവ്വരാഷ്ട്ര സഖ്യത്തിൻ്റെ രൂപീകരണം. ആ സഖ്യം പരാജയപ്പെട്ടതും 2ാം ലോക മഹായുദ്ധത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. ആ സഖ്യത്തിൽ തുടക്കത്തിൽ 36ഓളം രാജ്യങ്ങൾ അംഗങ്ങളായിരുന്നു. അതിൻ്റെ രൂപീകരണത്തിന് നേതൃത്വം കൊടുത്ത അമേരിക്ക ആ സഖ്യത്തിൽ ഇല്ലായിരുന്നു. മനസ്സിലാക്കണം. 2ാം ലോക മഹായുദ്ധത്തിലും ഒരു പ്രത്യേകതയുണ്ട്, അമേരിക്ക ആ ഒരു സൈനിക സഖ്യത്തിലും ചേർന്ന രാജ്യമല്ല. 2 ലോക മഹായുദ്ധങ്ങളെയും മാറി നിന്ന് വീക്ഷിച്ച രാജ്യമാണ് അമേരിക്ക.
എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയെ ജപ്പാൻ ക്ഷണിച്ച് വരുത്തിയത് കൊണ്ടാണ് ആ യുദ്ധത്തിൽ അമേരിക്കയ്ക്ക് പങ്കാളിയാകേണ്ടി വന്നത്. അപ്പോൾ നോക്കൂ, ഒന്നാം ലോക മഹായുദ്ധശേഷം രൂപീകരിക്കപ്പെട്ട സർവ്വരാഷ്ട്ര സഖ്യം അഥവാ ലീഗ് ഓഫ് നേഷൻസിൻ്റെ പരാജയം രണ്ടാം ലോക മഹായുദ്ധത്തിന് വഴിതെളിച്ചു. ഈ സഖ്യത്തിൽ അമേരിക്ക അംഗമായിരുന്നില്ല എന്നത് ഈ യുദ്ധത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി കാണുന്നു. ഇനി ഈ യുദ്ധത്തിൻ്റെ പ്രധാനപ്പെട്ട 3 കാരണങ്ങളെന്ന് പറയുന്നത് ഫെയിലുവർ ഓഫ് ദ ട്രീറ്റി ഓഫ് വേഴ്സൈലസ്, ഫോർമേഷൻ ഓഫ് ലീഗ് ഓഫ് നേഷൻസ്, എമർജൻസ് ഓഫ് നാസിസം ആൻഡ് ഫാസിസം. ഇതന്നെയാണ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ പ്രധാനപ്പെട്ട സർക്കംസ്റ്റാൻസ്. ദാറ്റ് മീൻസ് the recent circumstances which led to the Second World War. എന്തൊക്കെയാണ്? ലീഗ് ഓഫ് നേഷൻസ്, ട്രീറ്റി ഓഫ് വേഴ്സൈലസ്, എമർജൻസ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം. ലീഗ് ഓഫ് നേഷൻസിൻ്റെ പരാജയം, പിന്നെയോ ട്രീറ്റി ഓഫ് വേഴ്സൈലസിൻ്റെ പരാജയം, പിന്നെയോ ലീഗ് ഓഫ് ഫാസിസം ആൻഡ് നാസിസം. ഈ 2 പ്രസ്ഥാനങ്ങളുടെയും ആവിർഭാവം. എനിഹൗ, in the Second World War, the world powers was divided into 2 military camps, and these camps were very anxious to look after the circumstances which was happening in this world. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ചെക്കോസ്ലോവാക്യയും അബിസീനിയയും ആക്രമിച്ചു ഇറ്റലിയെങ്കിൽ ജർമ്മനി അവസാനമായി ആക്രമിച്ച രാജ്യം പോളണ്ടാണ്. പോളണ്ട് എന്ന് പറയുന്നത് ആ പോളിഷ് കോറിഡോർ, പോളിഷ് ഇടനാഴി ശരിക്കും മറ്റു രാജ്യങ്ങൾക്ക് യൂറോപ്യൻ രാജ്യങ്ങളുമായി ബന്ധപ്പെടുവാൻ പറ്റിയ ഒരു ഇടനാഴിയായിരുന്നു. ആ ഇടനാഴിയാണ് ഹിറ്റ്ലർ ആക്രമിച്ചത്. ഈ ആക്രമണത്തെ ചെറുക്കുവാനാണ് വാസ്തവത്തിൽ ബ്രിട്ടനും ഫ്രാൻസുമൊക്കെ രംഗപ്രവേശം ചെയ്തത്. എനിവേ, ഈ സമയത്ത് റഷ്യ എന്ന് പറയുന്ന രാജ്യം ഒരു വൻ ശക്തിയായി ഉയർന്നു വന്നു. 1917 ഒന്നാം ലോക മഹായുദ്ധത്തിൽ റഷ്യ പരാജയം ഏറ്റുവാങ്ങി. ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യ പരാജയം ഏറ്റുവാങ്ങിയ രാജ്യം വിജയിച്ച സഖ്യത്തിൻ്റെ കൂടെ നിന്ന റഷ്യയായിരുന്നു. ആ പരാജയം 100% ഉൾക്കൊണ്ടുകൊണ്ട് അതിശക്തമായ മുന്നേറ്റമായിരുന്നു റഷ്യ കാഴ്ചവെച്ചത് റഷ്യൻ വിപ്ലവത്തിന് ശേഷം. ആ റഷ്യൻ വിപ്ലവത്തിന് ശേഷം റഷ്യ ലോകത്തിലെ സാമ്പത്തിക രംഗത്തും സായുധ രംഗത്തുമൊക്കെ വൻ ശക്തിയായി മാറി. അതേപോലെ തന്നെ ഈ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കാതെ മാറിയിരുന്ന അമേരിക്കയ്ക്ക് 1929 ആ ഗ്രേറ്റ് ഡിപ്രഷൻ, ആ സാമ്പത്തിക മാന്ദ്യം മാത്രമേ അമേരിക്കയെ ബാധിച്ചുള്ളൂ. ഈ സമയത്ത് അമേരിക്കയും ഒരു വൻ ശക്തിയായി മാറി. അങ്ങനെ ഈ 2 ശക്തികളുടെയും തീരുമാനത്തിന് വിധേയമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. ഒന്നാം ലോക മഹായുദ്ധ ശേഷം ഈ ലോകരാജ്യങ്ങൾ 2 ചേരികളായി മാറി. സോഷ്യലിസ്റ്റ് ചേരികളും പിന്നെയോ മുതലാളിത്ത ചേരികളും. റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളും ഒരു ഭാഗത്തും, അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങൾ മറുഭാഗത്തുമായിട്ട് ഈ ലോകം 2 ബ്ലോക്കായി മാറി. സോഷ്യലിസ്റ്റ് ചിന്താഗതിയുള്ള രാജ്യങ്ങൾ റഷ്യയുടെ ഭാഗത്തും മുതലാളിത്ത ചിന്താഗതിയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഭാഗത്തും ചേർന്നു. പക്ഷേ ആ സമയത്തൊന്നും ഈ 2 ചേരിയിലും ചേരാത്ത ചില രാഷ്ട്രങ്ങളുമുണ്ടായിരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളും ഈ 2 ചേരിയിലും ചേർന്നില്ല. ഈ 2 ചേരികളും പരസ്പരം ഈ 2 ചേരികളും എല്ലാ ലോകരാജ്യങ്ങളെയും സമീപിച്ചു എന്നതാണ് സത്യാവസ്ഥ. റഷ്യയെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി റഷ്യയുടെ ചേരിയിലേക്ക് രാജ്യങ്ങളെ ക്ഷണിച്ചു, അമേരിക്കയും ക്ഷണിച്ചു. ഒരു ചേരിയിലും പെടാത്ത ഒരു നയം ഈ ലോകത്ത് ഉരുത്തിരിഞ്ഞു വന്നു. അതിനെ ചേരിചേരാ നയമെന്നാണ് പറയുന്നത്. ചേരിചേരാൻ നയം, നോൺ അലൈഡ് മൂവ്മെൻറ്റ്സ്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്ത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും നാശത്തിൻ്റെ വക്കിലേക്ക് എങ്ങനെ ഈ ലോകത്തെ വലിച്ചിഴയ്ക്കാം, അതിലൂടെ തങ്ങൾക്കെന്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാം എന്ന് ചിന്തിച്ച ലോകരാഷ്ട്രങ്ങളും ഒരു പരിധിവരെ ഈ യുദ്ധത്തിൻ്റെ
യുദ്ധത്തിന് കാരണക്കാരായി എന്നതാണ് സത്യാവസ്ഥ. രണ്ടാം ലോക മഹായുദ്ധം അവസാനിച്ചപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്നാം ലോക മഹായുദ്ധത്തിനേക്കാൾ തീക്ഷ്ണമായ അനുഭവങ്ങളാണ് ഈ ലോകരാജ്യങ്ങൾക്ക് പഠിക്കാൻ കഴിഞ്ഞത്. കംപ്ലീറ്റ് കൃഷിഭൂമി നേരത്തെ പഠിച്ചതുപോലെ തന്നെ എല്ലാം തകർത്തെറിഞ്ഞു. രണ്ടാം ലോക മഹായുദ്ധം നിങ്ങൾക്ക് അതിൻ്റെ ശരിക്കുമുള്ള അതിൻ്റെ യുദ്ധം എവിടെ തുടങ്ങുന്നു, എങ്ങനെ അവസാനിക്കുന്നു, അതൊന്നും പഠിക്കണ്ടായെങ്കിലും 939 ആരംഭിച്ച രണ്ടാം ലോക മഹായുദ്ധം 45 വരെ നീണ്ടു നിന്നു. 45 ജർമ്മനിക്ക് കീഴടങ്ങേണ്ടി വന്നു, ജപ്പാന് കീഴടങ്ങേണ്ടി വന്നു. കാരണം ജപ്പാൻ അമേരിക്കയെ ആക്രമിച്ചു. അമേരിക്കയുടെ പേൾ ഹാർബർ ആക്രമിച്ചു. ജപ്പാൻ ക്ഷണിച്ചു വരുത്തുകയാണ് ലോകരാജ്യങ്ങളെ മുഴുവൻ, വാ എല്ലാവരും ഇറങ്ങി വാ. ജർമ്മനിയാണെങ്കിലോ കിട്ടിയ അവസരം പാഴാക്കാതെ എല്ലാവരെയും വളഞ്ഞിട്ട് ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ സമയത്ത് അമേരിക്കയുടെ രംഗപ്രവേശവും സോവിയറ്റ് യൂണിയൻ്റെ രംഗപ്രവേശവും ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ജപ്പാൻ്റെയും തകർച്ചയ്ക്ക് കാരണമായി. സോവിയറ്റ് യൂണിയൻ ജപ്പാനെ ആക്രമിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചപ്പോൾ അതിനു മുമ്പ് ജപ്പാനിലെത്തിയത് അമേരിക്കയാണ്. സോവിയറ്റ് യൂണിയന് ജപ്പാനെ ആക്രമിക്കേണ്ടി വന്നില്ല. അതിനു മുമ്പ് തന്നെ അമേരിക്ക ജപ്പാനിൽ 2 ആറ്റം ബോംബുകൾ വർഷിച്ചു. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതിയും 9-ാം തീയതിയും ലിറ്റിൽ ബോയ് എന്നും ഫാറ്റ് മാൻ എന്നും പറയുന്ന 2 ബോംബുകൾ വർഷിച്ചു. 1945 ഓഗസ്റ്റ് മാസം 6-ാം തീയതി ജപ്പാനിലെ ഹിറോഷിമയിൽ ഒരു ആറ്റം ബോംബ് വർഷിച്ചിട്ട് ജപ്പാനോട് അമേരിക്ക നിരുപാധികം കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. ജപ്പാൻ കേട്ടില്ല. 3 ദിവസം സമയം കൊടുത്തു. കേൾക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് 9-ൽ ഫാറ്റ് മാൻ എന്ന പേരിലുള്ള ഒരു ആറ്റം ബോംബ് നാഗസാക്കിയിലേക്ക് വലിച്ചെറിഞ്ഞത്. ജപ്പാനിലെ 2 നഗരങ്ങൾ വെന്ത് വെണ്ണീറായപ്പോൾ ജപ്പാന് മനസ്സിലായി ഇനി അടുത്തൊരു ബോംബ് വർഷിക്കുമെങ്കിൽ അത് ടോക്കിയോ നഗരത്തിലായിരിക്കും. ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരമാണ്. ആ ഒരു നാശം കാണാൻ ജപ്പാന് കഴിയില്ല. ആ സമയം ജപ്പാൻ സറണ്ടേഴ്സ് അൺകണ്ടീഷണലി, യാതൊരു ഉപാധിയും വയ്ക്കാതെ ജപ്പാൻ കീഴടങ്ങി. അങ്ങനെ ജപ്പാൻ എന്ന രാജ്യത്തെ ഈസ്റ്റേൺ കൺട്രീസിലെ അല്ലെങ്കിൽ കിഴക്കിൻ്റെ ഏറ്റവും വലിയ ശക്തികളിലൊന്നായ ജപ്പാനെ പരിപൂർണമായും തകർത്തുകൊണ്ടാണ് രണ്ടാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. ഏറ്റവും വിനാശകരമായ ഒരു യുദ്ധമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. ഈ യുദ്ധത്തിൽ റഷ്യയും അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചൈനയും, ഇന്നത്തെ നമ്മൾ പഞ്ചമഹാശക്തികൾ എന്ന് പറയുന്ന ഈ 5 ശക്തികളും ഒരു ഭാഗത്തായിരുന്നു. മറുഭാഗത്ത് ഇറ്റലി, ജർമ്മനി, ജപ്പാൻ. ഇറ്റലിയും ജർമ്മനിയും ജപ്പാനും ഒരു ഭാഗത്തും, ലോകത്തെ വൻ ശക്തികളായ പഞ്ചമഹാശക്തികളായ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും ചൈനയും മറുഭാഗത്തും നിന്നുകൊണ്ട് 45 വരെ നടത്തിയ നീണ്ട പോരാട്ടമായിരുന്നു രണ്ടാം ലോക മഹായുദ്ധം. ഈ ലോകമഹായുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, യുദ്ധമെല്ലാം കഴിഞ്ഞു, നാശങ്ങളെല്ലാം സംഭവിച്ചു. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ യുദ്ധത്തോടു കൂടി യൂറോപ്യന്മാരുടെ മുഴുവൻ ആധിപത്യവും അവരുടെ കോളനികളിൽ നഷ്ടമായി. എല്ലാ കോളനികളും സ്വാതന്ത്ര്യ സമരങ്ങളിൽ ശക്തിപ്പെടുത്തി. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം ബ്രിട്ടൻ അഭ്യർത്ഥിച്ചു. ഗാന്ധിജി സഹായം കൊടുത്തു. അവർ സ്വാതന്ത്ര്യം കൊടുത്തില്ല, വാക്കുപാലിച്ചില്ല. രണ്ടാം ലോക മഹായുദ്ധത്തിലും സഹായം അഭ്യർത്ഥിച്ചു. ഗാന്ധിജി സഹായിക്കാൻ തയ്യാറായില്ല, മറിച്ച് ഇന്ത്യയുടെ സമരങ്ങൾക്ക് ശക്തി കൂട്ടി. അതിനേറ്റവും വലിയ ഉദാഹരണമാണ് 42-ലെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യയിൽ മാത്രമൊന്നല്ല, ഏഷ്യയിലും ആഫ്രിക്കയിലെയും അമേരിക്കയിലെയും ഒക്കെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾക്ക് ശക്തി കൂടുകയും പല രാജ്യങ്ങളും അതോടുകൂടി സ്വാതന്ത്ര്യം നേടുകയും ചെയ്തു. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വൻ നാശങ്ങൾ ഈ യുദ്ധം വിതച്ചു എങ്കിലും ധാരാളം രാഷ്ട്രങ്ങൾക്ക് മോചനം നേടുവാൻ ഈ യുദ്ധം വഴി സഹായിച്ചു. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞ ചേരിചേരാ പ്രസ്ഥാനം, രണ്ടാം ലോക മഹായുദ്ധശേഷം ഈ ഭൂമുഖത്ത് ഉയർന്നു വന്ന ഏറ്റവും വലിയ പ്രസ്ഥാനമാണ്
ചേരിചേരാ പ്രസ്ഥാനം അഥവാ നോൺ അലൈഡ് മൂവ്മെൻറ്റ്. ഈ സോഷ്യലിസ്റ്റ് രാഷ്ട്രമായ റഷ്യയും മുതലാളിത്ത രാജ്യമായ അമേരിക്കയും പുതുതായി സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളെയെല്ലാം അവരുടെ സഖ്യത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ഒരു സഖ്യത്തിലും ചേരാതെ മാറി നിന്ന ചില രാജ്യങ്ങളുണ്ട്. ഇന്തോനേഷ്യ, ഈജിപ്റ്റ്, യുഗോസ്ലോവിയ, ഇന്ത്യ. ഇന്തോനേഷ്യ, ഈജിപ്റ്റ്, യുഗോസ്ലോവിയ, ഇന്ത്യ. ഈ 4 രാജ്യങ്ങൾ ചേർന്നാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. നോൺ അലൈഡ് മൂവ്മെൻറ്റിന് നേതൃത്വം കൊടുക്കുന്നത്. അവർക്കറിയാം, 1-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴും 2 ചേരികളുണ്ടായി. 2-ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴും ഈ ലോകം 2 ബ്ലോക്കുകളായി തിരിഞ്ഞു. ഏതാണ്? സോഷ്യലിസ്റ്റ് ബ്ലോക്കും പിന്നെയോ ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കും. ഈ 2 ബ്ലോക്കിലും ചേരാതെ പുതിയ രാജ്യങ്ങൾ ഒരു പുതിയ ചേരി ഉണ്ടാക്കി. ദാറ്റ് ഈസ് എ നോൺ അലൈഡ് മൂവ്മെൻറ്റ്. 946 ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം, 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ചേരിചേരാ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞു എന്നത് മറ്റൊരു സവിശേഷതയാണ്. ഇന്ത്യയും ഇന്തോനേഷ്യയും ഈജിപ്തും യുഗോസ്ലോവിയയും ചേർന്ന് രൂപീകരിച്ച ഈ സംഘടനയിൽ വളരെ ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വെച്ച രാഷ്ട്രമാണ് ഇന്ത്യ. അന്ന് ജവഹർലാൽ നെഹ്റു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചില്ല, ഒരു ഇൻ്റരീം ഗവൺമെൻറ്, ഒരു ആഭ്യന്തര ഗവൺമെൻറ്റൊക്കെ രൂപീകരിച്ചിരുന്ന സമയത്താണ് ഇന്ത്യയെ ഈ ബ്ലോക്കുകൾ ക്ഷണിച്ചപ്പോൾ നെഹ്റു ബെൽഗ്രേഡിൽ വെച്ച് ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കി. അദ്ദേഹം പറഞ്ഞ കമൻ്റ് ഇതാണ്: പരസ്പരം എതിർക്കുന്ന ശാക്തിക ചേരികൾ ഈ ലോകത്ത് 2 മഹായുദ്ധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ഇവർ നമ്മെ വീണ്ടും കൂടുതൽ വിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഇത്തരത്തിലുള്ള ശാക്തിക ചേരികളിൽ നിന്നും കഴിയുന്നതും അകന്നു നിൽക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മഹത്തായ പ്രഖ്യാപനമാണ്. പരസ്പരം എതിർക്കുന്ന 2 ശാക്തിക ചേരികൾ ഈ ലോകത്തെ 2 മഹായുദ്ധങ്ങൾക്ക് കൊണ്ടെത്തിച്ചു. ഇവർ നമ്മെ വീണ്ടും കൂടുതൽ വിനാശകരമായ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഇത്തരത്തിലുള്ള ശാക്തിക ചേരികളിൽ നിന്ന് കഴിയുന്നതും അകന്നു നിൽക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു. ശക്തമായ നിലപാട്, സ്വാതന്ത്ര്യത്തിന് മുമ്പേ എടുത്ത ഉറച്ച നിലപാട്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യ എന്ന പോലെ മറ്റ് പല പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാജ്യങ്ങളും ഈ ചേരിചേരാ പ്രസ്ഥാനത്തിൽ അംഗമായിക്കൊണ്ട് ഈ 2 ചേരികൾക്കും ബദലായി നിലകൊള്ളാൻ കഴിഞ്ഞത് 3ാമതൊരു ലോകമഹായുദ്ധത്തിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിടാതിരിക്കുവാൻ സഹായിച്ചു എന്നത് ഇവിടെ പ്രത്യേകം പ്രസ്താവ്യമാണ്. അങ്ങനെ 2ാം ലോക മഹായുദ്ധശേഷം അമേരിക്ക ജപ്പാനിൽ ആറ്റം ബോംബ് വർഷിച്ച ശേഷം സാമ്പത്തികമായ മാന്ദ്യത വീണ്ടുമുണ്ടായി. അപ്പോൾ എല്ലാ ലോകരാജ്യങ്ങൾക്കും വീണ്ടും ഒരു ചിന്തയുണ്ടായി, ഒരു പുനർവിചിന്തനം നടത്തി. ഇനി ഒരിക്കലും ഈ ലോകത്തൊരു യുദ്ധം പാടില്ല, ഒരു ലോകമഹായുദ്ധം പാടില്ല. അതിലേക്ക് വേണ്ടി ഒരു സംഘടന രൂപീകരിക്കണം. അത്തരത്തിൽ രൂപം കൊണ്ടുവന്ന സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അഥവാ ഐക്യരാഷ്ട്ര സംഘടന. 1945 ഒക്ടോബർ മാസം 24-ാം തീയതി രൂപം കൊണ്ട, അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി രൂപം കൊണ്ട സംഘടനയാണ് ഐക്യരാഷ്ട്ര സംഘടന അഥവാ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ. നമുക്ക് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. എല്ലാവർക്കും നമസ്കാരം.